നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14 വ്യാഴാഴ്ചയാണ്. നാളെ നമുക്ക് ഗുരുനാനാക്ക് ജയന്തിയോടനുബന്ധിച്ച് മാർക്കറ്റിൽ അവധിയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഡൗ ജോൺസും S&P 500 ബുധനാഴ്ച അല്പം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് നഷ്ടം രേഖപ്പെടുത്തി. ഇന്നലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു US-ൽ നിന്നും പുറത്തു വന്നത്. പ്രതീക്ഷകൾക്ക് അനുസൃതമായ ഒരു ഡാറ്റ ആയിരുന്നു ഇന്നലെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകും എന്ന സാധ്യതകൾ ഇത് കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്നും നാളെയും ധാരാളം പ്രധാനപ്പെട്ട ഇവന്റ്സ് അവിടെ US-ൽ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ റിയാക്ഷൻ തിങ്കളാഴ്ചയായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഇന്ന് US-ൽ നിന്നും ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയുമാണ് പുറത്തു വരുന്നത്. നാളെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇനി US-ൽ ട്രംപിന്റെ ശരിക്കുള്ള റാലി നമുക്ക് കാണാൻ കഴിയുന്നത് ബിറ്റ്കോയിനിൽ തന്നെയാണ്. ബിറ്റ്കോയിൻ ഇപ്പോൾ $93,000 പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ ഡോളറും ഈൽഡുകളും ഉയരുന്നത് ഗോൾഡിന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഗോൾഡ് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില 56,360 രൂപയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെയും വലിയ ഫോൾ തന്നെയാണ് മാർക്കറ്റിൽ കണ്ടത്. 200 ഡേ EMAയ്ക്ക് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഒരു പോസിറ്റിവിറ്റിയായി കാണാൻ കഴിയുന്നത്. ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് കൊമേഴ്സ് കമ്പനികൾക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് 45 സ്റ്റോക്കുകൾ കൂടി നവംബർ 29 മുതൽ വരികയാണ്. സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. Q2 റിസൾട്ടുകൾക്ക് ശേഷം ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കമ്പനികളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെയും നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം കൊമേഴ്സ് മേഖലയിലെ ഒരു കുതിപ്പിന്റെ വാർത്തയാണ്. കഴിഞ്ഞ ഉത്സവ സീസണിൽ ഇന്ത്യയുടെ കൊമേഴ്സ് മേഖല ശക്തമായ വളർച്ചയാണ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ കൊമേഴ്സ് മൊത്ത വ്യാപാര മൂല്യത്തിൽ 12% വളർച്ച കൈവരിച്ചു. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 31 വരെ $14 ബില്യൺ ടയർ 2+ എന്ന കാറ്റഗറിയിലുള്ള ടൗണുകളിൽ നിന്നുള്ള ഡിമാൻഡാണിത്. ഇനി പുതിയ ഉപഭോക്തൃ ഏറ്റെടുക്കലുകളിൽ മാന്ദ്യമുണ്ടായിരുന്നിട്ടും ഷോപ്പിംഗ് ചെലവുകളിൽ 5 മുതൽ 6% വർധനവാണ് ഉണ്ടായത്. ഇനി കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാഷൻ സെക്ടർ 3 ഇരട്ടി വർധനവാണ് ഈ ഫാഷൻ സെക്ടറിൽ ഉണ്ടായത്. കൂടാതെ പ്രീമിയം ഇലക്ട്രോണിക് സെഗ്മെന്റിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഫാഷൻ ആൻഡ് അപ്പാരൽ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ട്രെൻഡ്, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ കൺസ്യൂമർ ഇലക്ട്രോണിക് സെഗ്മെന്റിലുള്ള വോൾട്ടാസ്, ഡിക്സോൺ ടെക്നോളജീസ്, ബജാജ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമാണ്. ഇത് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ പേരുകളെല്ലാം ഇവിടെ ഷെയർ ചെയ്യാറുള്ളത്. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ ഫിനിഷ്ഡ് സ്റ്റീൽ ഇറക്കുമതി 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.7 ദശലക്ഷം യൂണിറ്റിലെത്തി. ഇതിൽ തന്നെ ചൈനയാണ് മുൻനിര വിതരണക്കാരായി തുടരുന്നത്. ഇറക്കുമതിയിൽ മാത്രമാണ് വർധനമുണ്ടായിരിക്കുന്നത്. കയറ്റുമതി 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു. മൊത്തം 2.8 ദശലക്ഷം ടണ്ണിലെത്തി. ഏതായാലും ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് ഡൊമസ്റ്റിക് ഡിമാൻഡ് വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ്. ഇത് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ളത് ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, സെയിൽ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, നമ്മൾ ഏറെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു IPO ആയിരുന്നു സ്വിഗ്ഗി IPO. സ്വിഗ്ഗി ഇന്നലെ ദലാൽ സ്ട്രീറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും ഉയർന്ന ഇഷ്യൂ വിലയേക്കാൾ 7.7% നേട്ടത്തിലാണ് ബുധനാഴ്ച ഓഹരികൾ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത്. നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ 1% മുകളിൽ ഇടിഞ്ഞപ്പോൾ ഒടുവിൽ സ്വിഗ്ഗി ക്ലോസ് ചെയ്യുന്നത് 16.92% നേട്ടത്തിലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നത് NSE 45 സ്റ്റോക്കുകളിൽ കൂടി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആരംഭിക്കുന്നു. നവംബർ 29 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 45 സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കരാറുകളിൽ ട്രേഡിംഗ് അനുവദിക്കുമെന്ന് NSE നവംബർ 13 അറിയിച്ചു. അതിൽ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളായി വരുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ എനർജി, നൈക്ക, പേടിഎം, യെസ് ബാങ്ക്, സൊമാറ്റോ തുടങ്ങിയ കമ്പനികളാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ മാർക്കറ്റ് വലിയ ഫോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ വലിയ ഇടിവാണ് നമ്മൾ സമീപ ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിൽ കാണുന്നതും. നിങ്ങളിൽ എല്ലാവരുടെയും പോർട്ട്ഫോളിയോ വലിയ റെഡിൽ തന്നെ ആയിരിക്കും എന്നറിയാം. പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളിൽ ഒന്നാണ് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും
നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കൂടും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ആകസ്മികമായി ഇതുപോലെ വരുന്ന ഇടിവുകൾ വലിയ ഫോളായിരിക്കും നമ്മുടെ സ്റ്റോക്കുകളിൽ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിനായി നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. മാർക്കറ്റിൽ വലിയ ഫോൾ വരുന്ന സമയത്ത് നമുക്ക് ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് തിരിച്ചു വരാവുന്നതാണ്. ഇനി സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മൾ നൽകിയ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ അവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഇനി ഇന്നലെ പുറത്തു വന്ന Q2 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഐഷർ മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റിൽ 8.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1100 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.6% വർധനവും എബിറ്റയിൽ 0.05% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് വോഡാഫോൺ ഐഡിയയാണ്. നെറ്റ് ലോസ് ഇപ്പോൾ കൂടി വരികയാണ്. 7175.9 കോടി രൂപയിലാണ് നെറ്റ് ലോസ് ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 6432.1 കോടി രൂപയിലായിരുന്നു ലോസ് ഉണ്ടായിരുന്നത്. ലോസ് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ റവന്യൂവിൽ 4% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ ഉണ്ടായിരിക്കുന്നു. എബിറ്റയിൽ 8.2% വർധനവും രേഖപ്പെടുത്തി. അടുത്തതായി നാഷണൽ അലുമിനിയം കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 415% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1062.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 31.5% വർധനവും രേഖപ്പെടുത്തി. എബിറ്റ 290.3% വർധനവുമാണ് രേഖപ്പെടുത്തി. അടുത്തത് തെർമാക്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 24.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 13.4% വർധനവ് രേഖപ്പെടുത്തി. എബിറ്റ 35.8% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി RCF ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 54.7% വർധനമാണ് രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 3.2% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ഒരു നല്ല റിസൾട്ട് പുറത്തു വന്നത് ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെതായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 229.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. 287.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹീറോ മോട്ടോകോപ്പ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഹൊനാസ കൺസ്യൂമർ, IPK ലാബ്, ബജാജ് ഹെൽത്ത് കെയർ, ഭാരത് ഡൈനാമിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഫോർജ്, മുത്തൂറ്റ് ഫിനാൻസ്, അഹുൽവാലിയ കോൺട്രാക്ട്സ്, അനുപം രസായൻ, ബാലാജി അംബനീസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഡൽഹി വറി, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, GVK പവർ, ITI, ജ്യോതി CNC ഓട്ടോമേഷൻ, ലെമൺ ട്രീ ഹോട്ടൽസ്, മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ, നസാറ ടെക്നോളജീസ്, ശോഭ തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ GNFC, RT ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയവയാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഓപ്ഷൻസ് കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത് ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ട്രേഡിങ്ങിലുള്ള എല്ലാവരും ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാവരും ഈ വീഡിയോ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 324 പോയിന്റ്സും സെൻസെക്സ് 984 പോയിന്റ്സും ഇടിഞ്ഞു. ഇതുകൂടാതെ നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും 2% മുകളിൽ ഇടിഞ്ഞു. സെപ്റ്റംബർ 27 ഹൈയിൽ നിന്ന് നിഫ്റ്റി ഇതോടെ 10% ഇടിഞ്ഞു. മാർക്കറ്റിൽ നിന്ന് 8 ലക്ഷം കോടി രൂപയാണ് ഇന്നലെ മാത്രം വൈപ്പ് ഔട്ട് ആയത്. ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, NTPC എന്നിവ ടോപ്പ് ഗെയിനേഴ്സായി സെൻസെക്സിൽ മാറി. ടാറ്റ സ്റ്റീൽ, M&M, JSW സ്റ്റീൽ, SBI എന്നിവ ടോപ്പ് ലൂസേഴ്സായി മാറി. നിഫ്റ്റിയിലേക്ക് 23,559 324 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഒക്ടോബർ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ നെഗറ്റീവ് ആയിരിക്കും മാർക്കറ്റിന് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കൃത്യമായി മാർക്കറ്റിൽ വൻ ഇടിവാണ് ഇന്നലെ ഉണ്ടായത്. നിഫ്റ്റി തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് പോകുന്നത്. കൂടാതെ 23,600 താഴെയായിട്ട് ജൂൺ 25 ശേഷം ഇത് ആദ്യമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു സമയത്ത് 23,540 താഴേക്ക്, അതായത് 200 ഡേ EMAക്ക് താഴെയൊക്കെ നിഫ്റ്റി ട്രേഡ് ചെയ്തെങ്കിലും പിന്നീട് ക്ലോസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുകളിലായിട്ടാണ്. അത് മാത്രമാണ് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,509 ആണ്. അത് ഇന്നലത്തെ ലോ ലെവലാണ്. ആ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റി 23,160 മുതൽ 23,350 വരെയുള്ള ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിഫ്റ്റി ഇപ്പോഴുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലിൽ തന്നെയാണ്.
23,500 മുതൽ 23,550 വരെയുള്ള ലെവൽ വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ഇനി ഒരു പക്ഷേ ഒരു ബൗൺസ് ബാക്ക് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ 23,750 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട് അപ്സൈഡിൽ. ഏതായാലും കാര്യങ്ങൾ ഇപ്പോഴും ബുൾസിന് അനുകൂലമായിട്ടല്ല നടക്കുന്നത്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ആവറേജ് വോളിയത്തിന് മുകളിലുള്ള ഒരു ബീറിഷ് വോളിയം തന്നെയായിരുന്നു ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 23,550 സ്ട്രൈക്കിൽ 105% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 11,053% വർധനവ് ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 23,500 സ്ട്രൈക്കിൽ വെറും 9% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ്. എന്നാൽ 802% വർധനവാണ് കോൾ സൈഡിലുള്ളത്. വളരെ വലിയൊരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണത്. 23,600 സ്ട്രൈക്കിൽ 54% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 3,655% ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,800 സ്ട്രൈക്കിലും അതിനുശേഷം 23,900 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,300 ആണ്. അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,800ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,088 2% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി വലിയ ഫോളിലേക്ക് പോയപ്പോഴും 10 മണിവരെ ബാങ്ക് നിഫ്റ്റി പിടിച്ചു നിന്നിരുന്നു. അതിനുശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിൽ വലിയ ഇടിവ് കണ്ടത്. ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കാഴ്ച നമുക്ക് ക്ലിയർ ആയി കാണിച്ചു തരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്നലെ അത് ബ്രേക്ക് ചെയ്യുകയുണ്ടായി. ഇനി ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 49,750 മുതൽ 49,400 വരെയുള്ള ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ 50,650 വളരെ പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അപ്സൈഡിലെ ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,100 ആണ്. അതിനുശേഷം 50,200 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 ആണ്. അതിനുശേഷം 50,100ഉം അതിനുശേഷം 49,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,100ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്. 15.44 5.79% ഇന്നലെ ഇന്ത്യ വിക്സ് ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDE ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 2,502 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 6,145 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ സെല്ലിംഗ് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് ഡൗ ജോൺസും S&P 500ഉം ബുധനാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്നൊരു ഡാറ്റ കൺസ്യൂമർ പ്രൈസസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടാണ് ഉയരുന്നത് എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇത് US ഫെഡറൽ റിസർവ് ഡിസംബറിൽ ഒരു പലിശ നിരക്ക് കുറയ്ക്കും എന്ന വാതുവെപ്പുകൾക്ക് പിന്തുണ നൽകി. ഇനി ഈ CPI ഡാറ്റയ്ക്ക് ശേഷം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത 82% ഉയർന്നു. ഡാറ്റയ്ക്ക് മുൻപ് അത് 58.7% അടുത്തതായി മിനിയാപോലിസ് ഫെഡ് പ്രസിഡന്റ് നീൽ കഷ്കരി ബ്ലൂംബർഗിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. പണപ്പെരുപ്പം താഴേക്ക് പോകുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട്, എന്നാൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. S&P 500ൽ ഇന്നലെ നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടർ കൺസ്യൂമർ ഡിസ്ക്രിഷണറി ആയിരുന്നു. 1% ഉയർന്നു. ഇന്നലത്തെ പണപ്പെരുപ്പ ഡാറ്റയ്ക്ക് ശേഷം US 2-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിയുകയുണ്ടായി. എന്നിരുന്നാലും ഡാറ്റയ്ക്ക് ശേഷം 10-year ബോണ്ട് ഈൽഡുകൾ ഉയരുക തന്നെയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും എന്ന ആശങ്കകളാണ് ഇന്നലെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.47% ഉയരാൻ കാരണമായത്. ഇനി USൽ നിന്നും പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. ഒക്ടോബറിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വ്യാഴാഴ്ച പുറത്തു വരാനുണ്ട്. റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ ഒരു സ്പീച്ച് വ്യാഴാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അടുത്തതായി USൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇന്നലെ ഇൻഫോസിസ് 0.08% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ ഇടിവിൽ തന്നെയായിരുന്നു. വിപ്രോ 0.63% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.73%, HDFC ബാങ്ക് 1.22% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1.42% ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 2% മുകളിൽ നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റിവിറ്റിയിലാണ്.
ഡൗ ജോൺസും S&P 500ഉം 0.05% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഒരു മിക്സഡ് അവസ്ഥയിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.06% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.14% ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് DAX 0.16% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.17% ഇടിവും രേഖപ്പെടുത്തി. കൂടുതൽ ഇടിവുണ്ടാക്കിയത് ടെക് ഓഹരികൾ തന്നെയായിരുന്നു. 1.2% ഇടിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ 1.3% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് DAX 0.07% ഇടിവിലാണ്. CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും FTSE 0.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഭൂരിഭാഗം ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഒക്ടോബറിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷം ഫെഡറൽ റിസർവ് ഡിസംബറിൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്ന സൂചനകളാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾക്ക് ഒരു ഫ്യൂവലായിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.40% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.25% നേട്ടത്തിലും തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,629 എന്ന നിലയിലാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 25 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഒപ്പക്കിന്റെ ഡിമാൻഡ് പ്രവചനം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് മുൻ സെഷനിൽ വില 2% ഇടിഞ്ഞ ഓയിൽ പ്രൈസുകൾ ഇന്നലെ ചെറിയ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $71.58 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.04% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $68.17 പെർ ബാരൽ എന്ന നിലയിൽ 0.38% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആണെന്ന് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.